ആദ്യത്തെ ഒരു മാസം നമ്മളൊന്ന് സെറ്റിൽ ആവുകയാണ് ചെയ്യുന്നത്. കാരണം കോളേജിൽ നിന്ന് നമ്മളൊരു റിഗറസ് ഷെഡ്യൂളിലേക്ക് വരുമ്പം ഡെഫിനറ്റ്ലി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പീരീഡ് ഉണ്ടായിരുന്നു. ഒരു ആസ്പിരൻ്റ് അണ്ടർഗോ ചെയ്യുന്ന സ്ട്രെസ്സും ഫിസിക്കൽ ആയാലും മെൻ്റൽ ആയാലും ഐ തിങ്ക് ദാറ്റ് ഈസ് നോട്ട് ടോക്ഡ് അബൌട്ട് ദാറ്റ് മച്ച്. എൻ്റെ ഗ്രാമപഞ്ചായത്തിൽ ആയാലും പത്തിയൂർ, പിന്നെ ആലപ്പുഴ ജില്ലയ്ക്കും, പിന്നെ കേരള സംസ്ഥാനത്തിനും, പിന്നെ ഇന്ത്യ ആസ് എ ഹോൾ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഫ്രം മൈ കപ്പാസിറ്റി, ദാറ്റ് ഈസ് ഓൾ ദാറ്റ് ഐ വിഷ് ഫോർ. ഹായ് ഓൾ, വെൽക്കം ടു ഐലൺ IAS. ഞാൻ മുഹമ്മദ് ഷിനാസ്. ഇന്ന് എൻ്റെ ഒപ്പമുള്ളത് സിവിൽ സർവീസ് പരീക്ഷയിൽ 145th റാങ്ക് മേടിച്ച അനന്ത് ചന്ദ്രശേഖരനാണ്. അനന്ത് നമ്മുടെ പ്രിലിംസ് കം മെയിൻസ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് ഓപ്ഷണൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. അനന്തിൻ്റെ ഈ വിജയത്തിൽ അനന്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. അനന്തിൻ്റെ സ്റ്റോറി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അനന്ത് 7ാം ക്ലാസ് വരെ പഠിച്ചത് ഇന്ത്യക്ക് പുറത്തായിരുന്നു. അതിനുശേഷം നാട്ടിൽ വന്ന് പഠിക്കുന്നു. എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ അതിന് സ്പെഷ്യൽ കോച്ചിങ് കിട്ടുന്ന പ്ലാസർ വിദ്യാവിഹാറിൽ +1 +2 പഠിക്കുന്നു. അതിനുശേഷം ഇന്ത്യയിൽ എണ്ണം പറഞ്ഞ ഒരു എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ബിറ്റ്സ് പിലാനിയുടെ ഗോവ ക്യാമ്പസിൽ ബിടെക്കിന് ജോയിൻ ചെയ്തു. അങ്ങനെ ഒരു എഞ്ചിനീയറായി മാറേണ്ട അനന്ത് ഇപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്ററിൻ്റെ പോസ്റ്റിലേക്ക് വന്നിരിക്കുകയാണ്. എവിടെ വെച്ചിട്ടായിരുന്നു എഞ്ചിനീയറിംഗ് ടു അഡ്മിനിസ്ട്രേറ്റർ ഷിഫ്റ്റ് നടന്നത്? ആ ഷിഫ്റ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ആക്ച്വലി കോളേജ് എന്നൊരു സ്ഥലം ഒരു സ്റ്റുഡൻറ്റ് ആ ഒരു IIT കോച്ചിങ്ങിൽ നിന്ന് ചെന്ന് കയറുമ്പം ഒരുപാട് ഫ്രീഡം കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പം അതിൽ നമ്മൾ ഒരുപാട് ഡൈവേഴ്സ് ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. So because of that, I found, particularly because in my college we have mandatorily to take around 3 humanities electives and more so വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു ഇതിൽ വന്നപ്പം പൊളിറ്റിക്കൽ സയൻസും IR കോഴ്സസ് ഉണ്ടായിരുന്നു, അതിന് ജോയിൻ ചെയ്തു. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിനോടുള്ള ഇഷ്ടം കാരണമാണ് അതിനെ പറ്റിയുള്ള ഒരു കരിയർ ഓപ്ഷൻസ് ചിന്തിച്ച് വന്നപ്പം IFS എന്നുള്ള ഒരു കരിയർ ഓപ്ഷൻ വന്നത്. അപ്പോൾ അതാണ് എൻ്റെ പ്രിഫേർഡ് ചോയ്സും. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ഐ ഡിസൈഡഡ് ടു എൻറ്റർ ഇൻ ടു സിവിൽ സർവീസസ് റൈറ്റ് ആഫ്റ്റർ കോളേജ്. ടു ബി എക്സാക്ട്, ഈവൻ ബിഫോർ കോളേജ്, റൈറ്റ്? കാരണം അനന്ത് ലാസ്റ്റ് 8th സെമസ്റ്ററിലെ ക്രെഡിറ്റ്സ് നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് ആ 8th സെമസ്റ്ററിലെ പീരീഡിൽ തന്നെ അനന്ത് സ്റ്റാർട്ടഡ് പ്രിപ്പറേഷൻ വിത്ത് അസ്. അപ്പം അനന്ത് ഇവിടെ ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും അനന്തിന്റെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. Am I correct? Yes, actually, so BITS offers a early graduation program. So അതിൽ if you complete all your credits by 7th sem, then you can take an early graduation. So 2019 മാർച്ച് അല്ലെങ്കിൽ ഏപ്രിലിൽ അവസാനിക്കേണ്ട എൻജിനീയറിങ് ഡിസംബർ 2018 കഴിഞ്ഞു. അതോടൊപ്പം 2018 ഒക്ടോബർ ബാച്ച് PCM ബാച്ചിലും 2018 PSIR ഓപ്ഷണൽ ബാച്ചിലും ട്രിവാൻഡ്രത്ത് 2019 ജാനുവരിയിൽ വന്ന് ജോയിൻ ചെയ്തു. ഓക്കെ. ഈ പ്രിപ്പറേഷൻ ഇപ്പോൾ കോളേജിൽ വെച്ച് തന്നെ ഓൾറെഡി പൊളിറ്റിക്കൽ സയൻസിലും IR ഒക്കെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യം പറഞ്ഞു. പക്ഷേ അവിടെ വെച്ചിട്ട് മറ്റ് സബ്ജക്റ്റുകളിലേക്കുള്ളൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാകുന്നത് ഇതിനു വേണ്ടി പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴല്ലേ? അപ്പം അത് ട്രിവാൻഡ്രത്ത് വന്നിട്ടാണോ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്, അതോ അതിനു മുമ്പ് തന്നെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നോ? നമ്മൾ കോളേജിൽ വെച്ചിട്ട് പ്രിപ്പറേഷൻ തുടങ്ങുന്നതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഡിസിപ്ലിൻ നമുക്ക് കംപ്ലീറ്റ്ലി എൻ്റെ കേസിൽ ചെയ്യാൻ പറ്റിയില്ല. സോ ചെറിയ രീതിയിൽ NCERTs ഫ്രം 6th to 10th വരെ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ജസ്റ്റ് ഒന്ന് വായിച്ച് കുറച്ച് നോട്ടൊക്കെ ഉണ്ടാക്കി. ബട്ട് അതിനുശേഷം ശരിക്കുമുള്ള ഫുൾ ഓൺ UPSC പ്രിപ്പറേഷൻ തുടങ്ങിയത് ഇവിടെ വന്നിട്ടാണ്, ട്രിവാൻഡ്രത്ത് വന്നിട്ടാണ്. ശരി. അപ്പം ആ ജനുവരിയിൽ വന്ന് ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു, ഓപ്ഷൻ അറ്റൻഡ് ചെയ്യുന്നു. പക്ഷേ ആ വർഷം ഒരു അറ്റംപ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. 2019 പ്രിലിംസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ 2019 പ്രിലിംസ്, ബട്ട് ഐ തിങ്ക് യു ആർ അണ്ടർ പ്രിപ്പയർഡ് അല്ലേ? ഒരു ഫുൾ ഫ്ലെഡ്ജ് എഫേർട്ട് അപ്പോഴത്തേക്ക്, കാരണം ഒരു 6 മാസമല്ലേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ, അപ്പോഴത്തേക്ക് കൊടുക്കാൻ സാധിച്ചായിരുന്നു? നമ്മൾ ഈ UPSC പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ
ആദ്യത്തെ ഒരു മാസം നമ്മളൊന്ന് സെറ്റിൽ ആവുകയാണ് ചെയ്യുന്നത്. കാരണം കോളേജിൽ നിന്ന് നമ്മളൊരു റിഗറസ് ഷെഡ്യൂളിലേക്ക് വരുമ്പം ഡെഫിനറ്റ്ലി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പീരീഡ് ഉണ്ടായിരുന്നു. സോ 1.5 months അങ്ങനെ പോയി. പിന്നെ പ്രിലിംസ് അടുത്തുള്ളൊരു ബാച്ച് ആയതുകൊണ്ട് 7 to 7 എന്നുള്ളൊരു രീതിയിലുള്ള ഒരു ടൈം ടേബിൾ ആയതുകൊണ്ടും പ്രിപ്പയർ ചെയ്യാനുള്ള അത്യാവശ്യം ടൈം അതായത് സെൽഫ് പ്രിപ്പറേഷൻ ഉള്ള സമയം കുറവായിരുന്നു. ഓക്കെ. ആദ്യത്തെ പ്രിലിംസ് കിട്ടിയില്ലെങ്കിൽ യു ആർ വെരി കോൺഫിഡൻറ്റ് ദാറ്റ് ദിസ് ഇസ് ഗോയിങ് ടു ബി യുവർ പാത്ത്. അതുകൊണ്ട് ഉടനെ തന്നെ അടുത്ത പ്രിലിംസിന് വേണ്ടി അല്ലെങ്കിൽ യു കണ്ടിന്യൂ വിത്ത് യുവർ പ്രിപ്പറേഷൻ, റൈറ്റ്? ഓക്കെ. ഈ പ്രിലിംസിന് വേണ്ടിയിട്ടും മെയിൻസിന് വേണ്ടിയിട്ടും എന്തൊക്കെയായിരുന്നു പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നത്? ഫോർ ദ ഫസ്റ്റ് അറ്റംപ്റ്റ് ഓർ ഫോർ ദിസ് അറ്റംപ്റ്റ്? ദിസ് അറ്റംപ്റ്റ്. അപ്പോൾ ഈ അറ്റംപ്റ്റിൽ ഞാൻ ആക്ച്വലി പിന്നീടാണ് മനസ്സിലായത് യു നീഡ് ടു സ്റ്റാർട്ട് വിത്ത് മെയിൻസ് ആൻഡ് ദെൻ ബിൽഡ് എ ഫൗണ്ടേഷൻ. എന്നിട്ടാണ് നമ്മൾ പ്രിലിംസിൻ്റെ സമയം ആവുമ്പം പ്രിലിംസിന് വേണ്ടി അതെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. സോ ഞാൻ ആദ്യം ഫോക്കസ് ചെയ്തത് ഓപ്ഷണലും മെയിൻസ്, പെർട്ടിക്കുലർലി ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്തു ഐലേണിൽ. എന്നിട്ട് ഉടനെ തന്നെ ആ ആൻസർ റൈറ്റിംഗ് ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചു. അപ്പം ആഫ്റ്റർ ദാറ്റ് അലോങ് വിത്ത് ദാറ്റ് ദർ വാസ് ഓൾസോ ദി ഓപ്ഷണൽ റൈറ്റിംഗ് പാർട്ട് ഓഫ് ഇറ്റ്. ആൻഡ് I think the most important thing that I realized was I needed a lot of personal time and mentorship. And that is one thing which I really got from iLearn also. അപ്പം ആ ഒരു രീതിയിൽ അവർ പേഴ്സണൽ ടൈമും ഫീഡ്ബാക്കും വെച്ചിട്ടാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്ത് വന്നത്. അതെ. ഓക്കെ. അപ്പം ഇനിഷ്യലി തന്നെ അതായത് ക്ലാസ് കഴിഞ്ഞു അപ്പോൾ തന്നെ മെയിൻസ് ആൻസർ റൈറ്റിങ്ങിലേക്ക് മൂവ് ചെയ്യുന്നു, ആൻസേഴ്സ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. എലോങ് വിത്ത് ദാറ്റ് ഓപ്ഷൻ്റെ ക്ലാസ് കഴിഞ്ഞു, ഓപ്ഷൻ്റെ ആൻസർ റൈറ്റിങ്ങിലും ഫോക്കസ് ചെയ്യുന്നു. അപ്പം ആ വർഷത്തെ പ്രിലിമിനറിയോട് അടുക്കുമ്പോൾ തന്നെ ഐ തിങ്ക് മെയിൻസ് ഒക്കെ ഒരു പരിധി വരെയെങ്കിലും യു ഹാവ് ഡൺ ഇറ്റ്, റൈറ്റ്? ഒരു പരിധി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഈ പ്രിലിംസിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെയാണ് ചെയ്തിരുന്നത്? അതായത് ടെസ്റ്റ് സീരീസ് എടുക്കുക അതുപോലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്? അപ്പം ഐലേണിൻ്റെയും മറ്റ് പല ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്തായിരുന്നു. അതിനോടൊപ്പം തന്നെ കുറേ നമുക്കിപ്പം ഒരുപാട് ഫ്രീ റിസോഴ്സസ് ഉണ്ട്, ഫ്രീ UPSC മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്തു. എസെൻഷ്യലി നോട്ട് സ്റ്റഡി ഈസ് ഹാഫ് ഓഫ് ഇറ്റ്. അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് കണ്ടമാനം ചെയ്യണം, പിന്നെയും ചെയ്യണം. ചെയ്ത ടെസ്റ്റ് റിവ്യൂ ചെയ്യണം. അതുമാത്രമല്ല ഒരു മെൻറ്ററിൻ്റെ കൂടെ അതേസമയം അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കാൻ. കാരണം എല്ലാവർക്കും അറിയാം നമ്മൾ എത്ര പഠിച്ചാലും 30 ക്വസ്റ്റ്യൻസിൽ കൂടുതൽ ഫസ്റ്റ് റീഡിങ്ങിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. ബാക്കിയെല്ലാം ഒരു എഡ്യൂക്കേറ്റഡ് ഗസ്സാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ആ ലോജിക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. മെയിൻസ് എഴുതി കഴിയുമ്പോഴത്തേക്കും ഇത്തവണ ഇൻ്റർവ്യൂവിന് കോൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു? ഇല്ല. ആ ഒരു രീതിയിൽ 3 സ്റ്റേജിലും നമുക്ക് അൺപ്രഡിക്റ്റബിലിറ്റി. കാരണം അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഒരു ആസ്പിരൻറ്റും അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കുന്നു. കാരണം അത് ഭയങ്കര ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടൊരു എക്സാമിനേഷൻ തന്നെയാണ് UPSC. ഈ ഓപ്ഷൻ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോയെങ്കിലും യുവർ ഇൻട്രൊഡക്ഷൻ ടു പൊളിറ്റിക്കൽ സയൻസ് ഫ്രം ദെയർ ഇറ്റ് സെൽഫ് ഹാസ് ആക്ച്വലി ഹെൽപ് യു ടു ചൂസ് PSIR. പൊളിറ്റിക്കൽ സയൻസ് ഓപ്ഷൻ ചൂസ് ചെയ്യാനായിട്ട് വേറെ എന്തൊക്കെ, അല്ലെങ്കിൽ അത് ചൂസ് ചെയ്തുകൊണ്ടുണ്ടായിരുന്ന ഗുണങ്ങൾ എന്തൊക്കെയായിരുന്നു? സോ ഫേസ്റ്റ്ലി ആ ഒരു സബ്ജക്റ്റിന് എല്ലാ ഏരിയസുമായിട്ട് കണക്ഷൻ ഉണ്ട്. GS1 to GS4 എസ്സേയിലും എക്സാമിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ എസ്സേയിലും GS1 to 4 അകത്തും ഓക്കെ ഓപ്ഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു കണക്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ ആസ് ആൻ അഡ്മിനിസ്ട്രേറ്റർ ഓൾസോ അതിലുണ്ടാവുന്ന ഐഡിയോളജീസും തിയറീസും എല്ലാം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എല്ലാത്തിനെ പറ്റി പഠിക്കുന്നുണ്ട് PSIRൽ. സോ ആ ഒരു രീതിയിൽ എല്ലാ ഐഡിയോളജീസിൻ്റെ നെഗറ്റീവും പോസിറ്റീവും നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഇറ്റ് ബിൽഡ്സ് വാല്യൂസ് സച്ച് ആസ് ഒബ്ജക്റ്റിവിറ്റി, നോൺ പാർട്ടിസൺഷിപ്പ് ആൻഡ് ഓൾസോ എന്തുകൊണ്ടാണ് നമ്മൾ ഈ സിവിൽ സർവീസിലേക്ക് വരുന്നത്, അതിൻ്റെ റോൾ എന്താണെന്ന് നമുക്ക് ഫണ്ടമെൻ്റലി അതിൻ്റെ പുറയിലുള്ള ഫിലോസഫിയും കോൺസെപ്റ്റ്സ് എന്താണെന്നൊക്കെ നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. ഡെഫിനറ്റ്ലി പിന്നെ അതിൻ്റെ ആൻസർ റൈറ്റിംഗ് വരുമ്പം എത്തിക്സിന് ഒരുപാട് ഉപയോഗം വരും. നമ്മൾ PSIRന് പഠിക്കുന്ന കോഡ്സ് എസ്സേയിലും എത്തിക്സിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാ സബ്ജക്റ്റുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഹിസ്റ്ററി ആയാലും നമ്മൾ ഏൻഷ്യൻറ്റ് ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് ഹിസ്റ്ററിയും ആർട്ട് ആൻഡ് കൾച്ചറുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ട്. ഓക്കെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്
അനന്ത് എൻ്റെ ഓപ്ഷൻ ക്ലാസ്സിൽ ഇരിക്കുമ്പം വരുൺ സാറാണ് അനന്തിനെ പറ്റി എൻ്റെ അടുത്ത് പ്രത്യേകം നോട്ട് ചെയ്യാൻ പറയുന്നത്. വരുൺ നിൻ്റെ ആൻസേഴ്സ് കണ്ടിട്ട് വരുൺ ഹാഡ് ഗിവൺ വെരി ഗുഡ് ഒപ്പീനിയൻ അബൌട്ട് യു. ഐ തിങ്ക് ആ ഒരു ടെസ്റ്റ് സീരീസ് ഓൾസോ ഹെൽപ്പ് യു ടു, അല്ലെ, ഒരു പരിധിവരെ ഓപ്ഷനിൽ എങ്ങനെ എടുക്കണമെന്നുള്ളത് വരുണിൻ്റെയും അതുപോലുള്ള മെൻ്റൽ ഫീഡ്ബാക്സും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഡെഫിനറ്റ്ലി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ 1-on-1 മെൻറ്റർഷിപ്പ് സെഷൻ ഐലൺ തന്നതും വരുൺ സാറും ഷിനാസ് സാറും തന്നതും അതാണ് എനിക്ക് ഉണ്ടായ ഏറ്റവും ബെനിഫിറ്റ്. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസർ റൈറ്റിങ്ങും ഒക്കെ അതിനുള്ള മാർക്ക് വെച്ചിട്ടുള്ള ഫീഡ്ബാക്ക് നമുക്ക് പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്ന് കിട്ടും. പക്ഷേ ഈ ഒരു ആസ്പെക്റ്റ് ആണ് ഹൗ ടു ചേഞ്ച് ഇറ്റ്, ആ ഒരു ഫീഡ്ബാക്ക് ആൻഡ് ദാറ്റ് പേഴ്സണൽ ടൈം ദാറ്റ് ഈസ് ഗിവൻ, ആ ഒരു ആസ്പെക്റ്റ് ആണ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത്. ഈ പരീക്ഷയുടെ 3 സ്റ്റേജസിൽ പ്രിലിംസ് മെയിൻസ് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻ്റർവ്യൂവിലേക്ക് വരുമ്പോഴത്തേക്ക്, വിച്ച് ഇസ് ഇൻഫാക്ട് എ പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഓക്കെ, അവിടുത്തെ പ്രിപ്പറേഷൻ ഭയങ്കര ക്രൂഷ്യലാണ്. അപ്പം ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് മാത്രമല്ല, എനിക്ക് ഇത്തവണ കേരളത്തിലെ വൺ ഓഫ് ദി ടോപ്പറാണ്, 212 മാർക്കുണ്ട് ഇൻ്റർവ്യൂവിന്. സോ എന്താണ് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് സ്പെസിഫിക്കലി ചെയ്തത്? അതായത് ഡാഫ് മുതൽ ആ ഇൻ്റർവ്യൂ ഡേ വരെ എത്തുമ്പോഴത്തേക്കും യു നീഡ് ടു പുട്ട് ലോട്ട് ഓഫ് എഫേർട്ട്. എന്തൊക്കെയായിരുന്നു ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ച കാര്യങ്ങൾ? സോ ഐ തിങ്ക് ഇതിൽ 3 സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ്ലി ദ പ്രിപ്പറേഷൻ ഓഫ് യുവർ ഡാഫ് ആൻഡ് ദ ഫൈനലൈസേഷൻ ഓഫ് വാട്ട് ഓൾ വേർഡ്സ് ദാറ്റ് യു നീഡ് ടു പുട്ട് ഇൻ ദ ഡാഫ്. സോ അതിനു വേണ്ടി ഒരുപാട് ഹെൽപ്പ് ആൻഡ് ഇൻപുട്സ് കിട്ടിയായിരുന്നു. പെർട്ടിക്കുലർലി സാറും 1-on-1 സെഷൻസ് തന്നിരുന്നു. അത് കഴിയുമ്പം സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്രിപ്പയറിങ് യുവർ സെൽഫ് ആൻഡ് എൻവിഷനിങ് വാട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മേ കം ടു യു. അതിലും അതിലാണ് ഒരു സെറ്റ് ഓഫ് പ്രോബബിൾ ക്വസ്റ്റ്യൻ ആൻഡ് മോഡൽ ആൻസേഴ്സും പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഡാഫ് അനാലിസിസ് സെഷൻ. പിന്നെ തേർഡ് സ്റ്റേജ് ഉള്ളതാണ് മോക്ക് ഇൻ്റർവ്യൂസ്, ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ട്രൈങ് ടു ബെറ്റർ യുവർ സെൽഫ്, ട്രൈങ് ടു ഫിക്സ് ആൻസേഴ്സ്. ആൻഡ് ഓൾസോ വൺ ഓഫ് ദ ക്രൂഷ്യൽ പാർട്സ് ഓഫ് ദി ഇൻ്റർവ്യൂ ഐ ബിലീവ് ഇസ്, നമ്മൾ ആദ്യം തുടങ്ങുമ്പം നമ്മൾ ഭയങ്കര അബ്സ്ട്രാക്റ്റും ഭയങ്കര അൺബയസ്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ്, വാട്ട് എ ടിപ്പിക്കൽ ഗവൺമെൻറ് ബ്യൂറോക്രാറ്റ് മൈറ്റ് ഗിവ്, ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഇനിഷ്യലി ഇൻ്റർവ്യൂസ് ചെയ്യുന്നത്. ഇനിഷ്യലി എനിക്കും ആ ഒരു കുഴപ്പമുണ്ടായിരുന്നു. ബട്ട് ഐ തിങ്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വി നീഡ് ടു ബിലീവ് ഇൻ ദി ആൻസേഴ്സ് വി ഗിവ്. ആൻഡ് ഓൾസോ നമ്മൾ ഒരുപാട് പാഷനറ്റ് ആയിരിക്കണം അതിനെപ്പറ്റി. ആൻഡ് നമ്മൾ ഇൻ്റർവ്യൂവിൽ കൊണ്ടുവരുന്ന എനർജി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു പോസിറ്റീവ് എനർജി ആണോ, ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഹോപ്പ്ഫുൾ ബട്ട് ഓൾസോ റിയലിസ്റ്റിക്, ഈ ഒരു ബാലൻസിലാണ് ഇൻ്റർവ്യൂവിൽ ഐ തിങ്ക് വിൽ ഹെൽപ്പ് എ ലോട്ട് ഈസ് വാട്ട് ഐ അണ്ടർസ്റ്റുഡ്. നമ്മുടെ പ്രിപ്പറേഷൻ ജേർണിയിൽ ചില ക്രൂഷ്യലാവുന്ന ചില എലമെൻറ്റുകൾ ഉണ്ട്, പ്രത്യേകിച്ചും സപ്പോർട്ട് ഗിവൺ ടു അസ് ബൈ അവർ പേരൻസ്, അവർ ഇമ്മീഡിയറ്റ് ഫാമിലി. ഓക്കെ, പേരൻസ് എങ്ങനെയായിരുന്നു നിൻ്റെ ഒരു ആസ്പിറേഷനെ കണ്ടത്? അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു? ഡെഫിനറ്റ്ലി ഭയങ്കര സപ്പോർട്ടായിരുന്നു. ആക്ച്വലി 4th ഇയർ ആയപ്പം ഐ വാസ് അൺഡിസൈഡഡ് വെദർ ഐ ഷുഡ് ഗോ ഫോർ എ ജോബ് ഓർ വെദർ ഐ ഷുഡ് ആക്ച്വലി നോട്ട് സിറ്റ് ഫോർ പ്ലേസ്മെൻറ്റ്സ് ആൻഡ് ദെൻ സ്റ്റാർട്ട് കോച്ചിങ് ഇമ്മീഡിയറ്റ്ലി. സോ അതിൽ എൻ്റെ ഫാദർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ യു ഷുഡ് ഗോ ഫോർ ഇറ്റ് ഡെഫിനറ്റ്ലി. അച്ഛനും അമ്മയും പിന്നെ ഞങ്ങളുടെ ഒരു വലിയ കുടുംബമാണ്. അച്ഛന് തന്നെ 6 സിബ്ലിങ്സ് ഉണ്ട്. എല്ലാവരും വളരെ സന്തോഷപൂർവ്വവും ഒരുപാട് സപ്പോർട്ട് തന്നു. കസിൻസ് ആയാലും പിന്നെ നമ്മുടെ ടീച്ചേഴ്സ്, കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ഐലേണും ഒക്കെ ഒരുപാട് സപ്പോർട്ട് തന്ന ആ ഒരു രീതിയിൽ. ആൻഡ് ഓൾസോ വൺ തിങ് വിച്ച് ഐ തിങ്ക് ഇസ് ക്രൂഷ്യൽ ഇസ് ദ ഹെൽത്ത് ആസ്പെക്ട് ഓഫ് ഇറ്റ്. ഒരു ആസ്പിറൻറ്റ് അണ്ടർഗോ ചെയ്യുന്ന സ്ട്രെസ്സും ഫിസിക്കൽ ആയാലും മെൻ്റൽ ആയാലും ഐ തിങ്ക് ദാറ്റ് ഈസ് നോട്ട് ടോക്ക്ഡ് അബൌട്ട് ദാറ്റ് മച്ച്. ആൻഡ് സോ നമ്മൾ ആ ഒരു ഫിസിക്കൽ ഹെൽത്ത് ഡെഫിനറ്റ്ലി കീപ്പ് ഇൻ മൈൻഡ് ചെയ്യണം. നമ്മൾ നല്ല ഭക്ഷണം കഴിക്കണം, വി ഷുഡ് എക്സസൈസ് ആൻഡ് വി ഷുഡ് കീപ്പ് അവർ സെൽവ്സ് ഫിറ്റ്. ബിക്കോസ് എന്നാലേ നമുക്ക് ഇരിക്കാനുള്ള ഒരു അത്രയും മണിക്കൂർ ഇരിക്കാനുള്ള ഒരു എനർജി വരത്തുള്ളൂ. ദെൻ കംസ് ദ മെൻ്റൽ ആസ്പെക്ട് ഓഫ് ഇറ്റ്. അപ്പം നമ്മൾ ആ സ്ട്രെസ്സിൻ്റെ കൂടെ ഈ അൺപ്രഡിക്റ്റബിലിറ്റിയും സ്ട്രെസ്സിൻ്റെ കൂടെ എല്ലാം വരുമ്പം ഒരുപാട് നമ്മളെ അഫക്റ്റ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു ഇമോഷണൽ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുമ്പം ഒരുപാട് നമുക്ക് ആക്ച്വലി ഒരു സ്റ്റേബിൾ ഫൗണ്ടേഷൻ ഉണ്ടാവും നമുക്ക്. So you are a person who used to work out and keep good health of yourself. Even you put calisthenics as one of the hobby. അപ്പം physical health and mental health is something that you have already identified.
ഈ മെൻ്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഇമോഷണൽ സപ്പോർട്ട് കൂടാതെ നീ എങ്ങനെയാണ് ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നത്? ഇപ്പം എല്ലാ ആസ്പിറൻസിനും അവരും ഇതുപോലുള്ള പല സ്ട്രെസ്സും നേരിടുന്നുണ്ടാവും. ഹൗ ഡിഡ് യു ആക്ച്വലി കീപ് യുവർ സെൽഫ് വെരി ഫിസിക്കലി സ്ട്രോങ്? യു ആർ ഓൾവേസ് വെരി ചിയർഫുൾ ഓൾസോ പുറത്ത് വരുമ്പോഴത്തേക്കും. സോ ഹൗ ഡു യു ഓൾവേസ് മെയിൻറ്റെയിൻ ദാറ്റ് കമ്പോഷർ? ഐ തിങ്ക് അതിനുവേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ വേണം ആദ്യം. യു നീഡ് ടു ഹാവ് ദാറ്റ് സർക്കിൾ ഓഫ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ആൻഡ് മെൻറ്റേഴ്സ്. മൂന്ന് സ്റ്റേജ്, അതായത് മാതാപിതാ ഗുരു, അങ്ങനെയുള്ള ആ ഒരു ഇത് വേണം. അതിനപ്പുറം യു ഹാവ് ടു നോ വെൻ യു ആർ ബേൺഡ് ഔട്ട് ആൻഡ് യു ഹാവ് ടു മാനേജ് യുവർ ടു ഗെറ്റ് ലെവൽസ്. റീചാർജ് ഓൾസോ. യെസ് എക്സാക്ട്ലി. സോ ഈ ഒരു എക്സാമിൽ നമ്മൾ IIT പഠിക്കുന്ന പോലെ അല്ല. ഇൻ ദ സെൻസ് യു ആർ ലോക്ക്ഡ് ഇൻ എ റൂം ഫോർ 2 years. ദാറ്റ്സ് നോട്ട് പോസിബിൾ. നമ്മൾ ആ ഒരു ഏജിലല്ല ഇപ്പം. നമ്മൾ കോളേജിലൊക്കെ കഴിഞ്ഞ് കടന്നു വന്നതായതുകൊണ്ട് വി കനോട്ട് ഗോ ബാക്ക് ടു ദാറ്റ് അറ്റ്മോസ്ഫിയർ എനിമോർ. ഇറ്റ്സ് എ വെരി നെഗറ്റീവ് അറ്റ്മോസ്ഫിയർ ഓൾസോ. സോ വാട്ട് യു നീഡ് ടു ഡു ഇസ്, ഫോർ മീ പേഴ്സണലി എനിക്ക് 3 or 5 days കൂടുതൽ ഐ കനോട്ട് സ്റ്റഡി അറ്റ് എ സ്ട്രെച്ച്. അത് കഴിയുമ്പം ഇപ്പോൾ വീക്കെൻഡ് ആകുമ്പം ഫ്രണ്ട്സിൻ്റെ കൂടെ പോവാം. ഞാൻ ഫുട്ബോൾ കളിക്കുമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. സോ യു നീഡ് ടു ഐഡൻറ്റിഫൈ വാട്ട് ആർ ദ സ്ട്രെസ് റിലീവേഴ്സ് ഫോർ യു. മൈ ഫ്രണ്ട്സ് യൂസ് ടു ഡു പെയിൻറ്റിങ്, ദേ യൂസ് ടു റൈറ്റ്. So whatever works for you, you have to have a hobby or some sort of stress relief along with it. And also it helps in the interview and other aspects of the exam also. How to manage your time, particularly that helps with mains. How to develop your all round personality, other interview help ചെയ്യും. സോ ഈ കാര്യങ്ങൾ എല്ലാം ആക്ച്വലി പ്രിപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു സിലബസ് കവർ ചെയ്യുക, ആൻസർ റൈറ്റിംഗ് എഴുതുക, പ്രിലിംസിന് വീണ്ടും വീണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക, അത് മാത്രമല്ല ഈ ആസ്പെക്ട്സ് എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻറ്റുമാണ്. You studied in Bitspilan in Goa campus. It's a college which had very good placement and all. Most of your friends might have been already placed in very nice company, earning very good salary. Most of them would be flaunting their life in Instagram, in Facebook and all. You were also in, I mean, like when you see all these things, do you feel that, okay, see, I have missed out something? Because on one side you are preparing and you are doing nothing. I mean, you cannot show that or flaunt that. On the other side, your friends, they are actually showing that. സോ അപ്പോൾ ഒരു ഇൻസെക്യൂരിറ്റി വല്ലതും തോന്നുമായിരുന്നു? അത് അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ മീഡിയ പ്രശ്നമല്ലേ, അതായത് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ ആ ഒരു സോഷ്യൽ മീഡിയ പ്രശ്നം എങ്ങനെ ഹാൻഡിൽ ചെയ്തേ? ഡെഫിനറ്റ്ലി അത് ഉണ്ടായിരുന്നു. പെർട്ടിക്കുലർലി ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും അൺഇൻസ്റ്റാളും ചെയ്തിട്ടില്ല, പ്രിപ്പറേഷൻ്റെ സമയത്തൊന്നും ചെയ്തിട്ടില്ല. ബിക്കോസ് ഐ തിങ്ക് ദാറ്റ്സ് എ വാല്യുബിൾ റീസോഴ്സ് ഓൾസോ. ആ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടായിട്ടുണ്ട്. അത് ദാറ്റ് വിൽ ഓൾവേസ് ബി ദെയർ ആൻഡ് മെനി ആസ്പിറൻസ് വിൽ ഫീൽ ദ സെയിം വേ. But I think in times that you are down, what you have to realize is that there is something better for you, and for you personally, and that your dream and your aim, when you reach to that stage, all that insecurities that you felt will evaporate immediately. And also that actually can be a stress relief also in a way. Because if you are 24 hours surrounded by only UPSC, അത് ആക്ച്വലി പിന്നെയും ഒരു ബേൺ ഔട്ടിലേക്ക് ലീഡ് ചെയ്യാം. സോ ഐ തിങ്ക് ഇതൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റൂടെ കണ്ടിട്ട് അതൊരു സ്ട്രെസ് റിലീഫ് എന്നുള്ളൊരു മാർഗം കൂടെ ആയിട്ട് ആലോചിച്ചിട്ട് ഇഫ് വി ക്യാൻ വ്യൂ ഇറ്റ്, then I think that would be helpful, a very good option. Yes. See, you need to be identified as a person who has cleared this examination in the first attempt. Because your first attempt you did January preparation തുടങ്ങുന്നു, March, I mean June പരീക്ഷ കൊടുക്കുന്നു. But you hardly had any time. So when it comes to the new aspirants who are starting the preparation, what do you want to tell them? എന്താണ് ഈ വരാൻ പോകുന്ന ആസ്പിറൻസിന് പറയാനുള്ളത്? Definitely, I think one of the most important factors is that നമ്മൾ ആ ഒരു ഡ്രീം കണ്ടെത്തുമ്പോൾ and when we execute it, we have to understand that there are some things that are beyond our control. So for example, in my first attempt, ആ ഒരു ടൈം കൺസ്ട്രെയിൻറ്റ് ഇല്ലായിരുന്നു. So you should not be stressed out that okay,
ഐ ഹവ് നോട്ട് റെഡ് ലക്ഷ്മികാന്ത് 10 times ലൈക്ക് യൂഷ്വലി നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. സോ ആ ഒരു രീതിയിൽ സ്ട്രെസ്ഡ് ഔട്ട് ആവാതെ യു ഗിവ് ദ ബെസ്റ്റ് ദാറ്റ് യു ക്യാൻ ഗിവ് അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം. ആൻഡ് ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു ത്രൂ ഔട്ട്. മെയിൻസിനായാലും ഇറ്റ് വാസ് മൈ ഫസ്റ്റ് മെയിൻസ് ദിസ് ടൈം. സോ ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ പോയത്. അതായത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ടൈമിൽ. എൻ്റെ ഒരു സ്റ്റഡി സൈക്കിളും എൻ്റെ ഒരു കൊടുക്കാൻ പറ്റുന്ന എനർജിയുടെ മാക്സിമം കൊടുക്കുക. ബാക്കിയെല്ലാം UPSC ഡിസൈഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ ഒരു ആറ്റിറ്റ്യൂഡോട് പോയാൽ ഐ തിങ്ക് ദാറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ദാറ്റ് വി നീഡ് ടു കീപ്പ് ഇൻ മൈൻഡ്. ഈ ഓരോ സ്മോൾ ഇൻസിഡൻസും നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് UPSC ജേർണിയിൽ ഭയങ്കര പോസിറ്റീവിൽ വരാറുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ യു വെയർ ദർ ഇൻ ദ ഹോസ്റ്റൽ. അപ്പം ഈവൻ ഹോസ്റ്റലിൽ പോലും സിവിൽ സർവീസ് സ്റ്റുഡൻസ് കൂടെ ഉണ്ട്, മെൻറ്റേഴ്സ് കൂടെ ഉണ്ട്. ഐ തിങ്ക് ശിവ ഓൾസോ പ്ലേഡ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. അപ്പം അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു എലമെൻറ്റ്സ് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തിരുന്നത്? വൺ ഓഫ് ദ തിങ്സ് വാട്ട് യു മെൻഷൻഡ് ഇസ് വെരി ട്രൂ. ആ ഒരു സൂര്യ ടൂറിസ്റ്റ് ഹോം എന്ന് പറഞ്ഞ ഒരു സ്ഥാപനവും അവിടെ കൂടെ ഉണ്ടായിരുന്ന കുറേ ഫെലോ ആസ്പിറൻസ്, റെക്സ് ആയാലും ശിവ സർ ആസ് ആ ഹിസ്റ്ററി ടീച്ചർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം വി ക്യാൻ ഗോ ടു ദം അറ്റ് എനി ടൈം ബിക്കോസ് ദേ ആർ നോട്ട് only because he was not only my mentor, they were not only my friends, we were a close community. I could go to them at 11 o'clock in the night and ask them a doubt. We could talk for hours. That Surya Tourist Home corridors has probably heard a lot of debates about many things. So ആ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് ഡെഫിനറ്റ്ലി ഉണ്ട്. പിന്നെ ഈ ഒരു കമ്മ്യൂണിറ്റി സ്പേസ്, ഐലൻഡിൽ അടുത്തുള്ള ചായക്കടയും ഒരുമിച്ച് ഇതെല്ലാം, ആ ഒരു സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അതിൽ മാത്രം ഒഴുകിപ്പോയാൽ then you get very enclosed and it will become an echo chamber and you feel like this is the only thing that is happening in life. ആ ഒരു ബാലൻസ് എപ്പോഴും വേണം. ഒരു 80-20 ആണ് ഐ തിങ്ക് ഇസ് എ വെരി ഗുഡ് റേഷ്യോ ഫോർ ദാറ്റ്. Your ultimate, I mean, with respect to the career, you want to get into IFS and be a diplomat. Okay, so on that aspect, I think you are planning to write once again, right? So, what do you think that Anand Chandrasekhar will be bringing to the table of diplomacy? This feels like an interview question, but I think personally, having grown up in an international setup, I think our cultural adjustment will not be a big issue for me. And also, as India is aspiring to be a great power and eventually a superpower, our രീതിയിൽ in whatever way I can contribute, that will definitely be important. And also എനിക്ക് എൻ്റെ റൂട്ട്സ് മറക്കണ്ട. അപ്പം എൻ്റെ ഗ്രാമപഞ്ചായത്തിൽ ആയാലും പത്തിയൂർ, പിന്നെ ആലപ്പുഴ ജില്ലയ്ക്കും, പിന്നെ കേരള സംസ്ഥാനത്തിനും, പിന്നെ ഇന്ത്യ ആസ് എ ഹോൾ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഫ്രം മൈ കപ്പാസിറ്റി, ദാറ്റ് ഈസ് ഓൾ ദാറ്റ് ഐ വിഷ് ഫോർ. So he is a local international diplomat. Okay. See, from our part, we would like to wish all the success for you to be a good diplomat, a diplomat that would actually be beneficial to the local and the international community. All the best, Anand. Thank you, sir.